ക്രിസ്ത്യൻ മിഷണറീസ് ഓഫ് ചർച്ച് ട്രസ്റ്റൊക്കെ പറഞ്ഞ ഒരു സംഘടനയായിരുന്നു, ഒരു കാസ അനുകൂല സംഘടനയായിരുന്നു. അവർ വന്നു, ഇത് വഖഫ് ബോർഡിലുള്ള ഈ കുറവ് 2 അമുസ്ലിങ്ങളുടെ പരിഹരിക്കണമെന്നാണ് അതിലും ആവശ്യപ്പെടുന്നത്. അവർ പറയുന്നത് അതും സർക്കാർ സപ്പോർട്ട് ചെയ്തു. അതുകൂടെ തന്നെ മറ്റൊരു ലിറ്റിഗേഷൻ കൂടി വന്നു. അത് വന്നത് ഒരു സ്റ്റാലിൻ ദേവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, സംഘപരിവാര ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനും സങ്കടം വഖഫ് ബോർഡിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിനും ഈ പെറ്റീഷനാണ് കോടതിയുടെ മുമ്പിലുള്ളത്. അന്ന് തന്നെ സംസ്ഥാന ലീഗിൻ്റെ സെക്രട്ടറി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഷോൺ ജോർജിൻ്റെ പെറ്റീഷനല്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. പിന്നെ ഏതാണെന്ന് പറയണല്ലോ, ഇതൊക്കെ അതിൽ പെട്ടാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഏതാവും? ഒന്നില്ലെങ്കിൽ സ്റ്റാലിൻ ദേവൻ്റേതായിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറീസ് മറ്റേ അസംബ്ലീസ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞ സംഘടനകളായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കണമല്ലോ. എന്തായിരുന്നാലും അനാവശ്യമായ ധൃതി കാണിച്ചു, ഒരു ഹോംവർക്ക് ഇല്ലാതെയായി പോയി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. എന്തായിരുന്നാലും ഈ സമയത്ത് ഇതിൽ കൂടുതലൊന്നും പറയാൻ നിർവാഹമില്ല. നാളെ ഹൈക്കോടതി ഇത് പരിഗണിക്കുകയാണ്. ഹൈക്കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളെ കേൾക്കാതെ, ബോർഡിനെ കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ടായത്. ബോർഡിനെ കേട്ട് ഹൈക്കോടതി നാളെ വിധി പറയാനിരിക്കുകയാണ്. അതുകൊണ്ട് ബോർഡ് ഇതിലൊന്നും ഉത്തരവാദിയല്ല. ആരെ വെക്കണോ ആരെ മാറ്റണോ എന്നൊന്നും ബോർഡിൻ്റെ തീരുമാനമല്ല. അതൊക്കെ ഗവൺമെൻറ്റുകളുടെ തീരുമാനമാണ്. എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് അതത് വഖഫ് ബോർഡുകളെ ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിൽ അവിടുത്തെ യൂണിയൻ ടെറിട്ടറിയാണ് അവിടെ നടത്തേണ്ടത്. അവരാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടത്. അത് ബോർഡിൽ അതിലൊന്നും ഉത്തരവാദിയല്ല. അത് നിർമ്മിക്കേണ്ടത്, നോമിനേറ്റ് ചെയ്യേണ്ടത്, അപ്പോയിൻ്റ് ചെയ്യേണ്ട അതോറിറ്റി കാലാകാലങ്ങളിൽ ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവർ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി. ബോർഡ് തീരുമാനം. അതെ, ആ താല്പര്യം എന്താണെന്നുള്ളത് നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ആളുകളായതുകൊണ്ട് നിങ്ങളും ആലോചിച്ചോളൂ എന്താണ് അവരുടെ താല്പര്യം എന്നുള്ളത്. മുനമ്പം വിഷയം തുടങ്ങിയതിനു ശേഷമുള്ള വിഷയം ഉണ്ടായത്. മുനമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സർക്കാരിനോട് പറഞ്ഞിരുന്നു, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അത് വഖഫ് സ്വത്താണെന്നുള്ളത് ആധാരത്തിൽ 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കോടതികളും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ അത് ഉമ്മീദ് പോർട്ടലിൽ കയറ്റാതിരിക്കാൻ കഴിയില്ലോ. അത് അപ്ലോഡ് ചെയ്തത് നിയമപരമായ ബാധ്യത നിർവഹിച്ചതാണ്. അതാണ് വിദ്വേഷമാണെങ്കിൽ അത്ര അതാണ്. അതിനെ അല്ലാത്ത വേറൊരു വിദ്വേഷം കാണുന്നില്ലല്ലോ. വഖഫ് ബോർഡിനെ എതിർക്കുകയോ എതിർക്കാതിരിക്കുകയോ എന്നുള്ളത് ഞങ്ങളുടെ ലിമിറ്റിൻ്റെ പെട്ടതല്ല. ഞങ്ങളൊക്കെ വഖഫ് ബോർഡ് എന്നത് ഈ ഉമ്മീദ് ആക്ടിൻ്റെ അല്ലെങ്കിൽ വഖഫ് ആക്ടിൻ്റെ ഒരു ഉൽപ്പന്നമാണ്, ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെയൊന്നും അത് പറഞ്ഞു. അതൊക്കെ പിന്നെ ഈ അജണ്ട മാറ്റി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും ഇവിടെ നാളെ അല്ല അതിന് ശേഷം പറയുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ 2 വരികൾ താഴേക്ക് വായിക്കൂ. അതിൻ്റെ 2 വരികൾ താഴേക്ക് അതിൻ്റെ 2 വരി സെക്ഷൻ 14 പ്രകാരം എല്ലാ അപ്പോയിൻമെൻറ്റും സെക്ഷൻ 14 എന്ന് പറഞ്ഞാൽ അതിൽ ചെയർമാനും പെട്ടു, എല്ലാവരും പെട്ടു, 11 അംഗങ്ങളും പെട്ടു, ഒക്കെ പെട്ടു. എല്ലാ കാറ്റഗറീസും സെക്ഷൻ 14 പെടുന്നത്. ആ സെക്ഷൻ 14 പ്രകാരമാണ് എല്ലാ അപ്പോയിൻമെൻറ്റും നടക്കുന്നത്. ആ 14 പ്രകാരം ചെയ്യാമെന്നാണ് ഗവൺമെൻറ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അത് ചെയ്യണമെന്നുള്ളത് അത് ഞങ്ങളുടെ ബാധ്യതയല്ലാതെ അത് പറഞ്ഞിരിക്കുന്നത് സർക്കാരാണ്. സുപ്രീം കോടതി നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് ബോർഡ് ചെയർമാൻ കൂടിയായ KS ഹംസ.